ഉണ്ണിബാലകൃഷ്ണൻ. നോക്കൂ, ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയെക്കുറിച്ച് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ സംഭവത്തെയും ഞാൻ കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നോക്കൂ, ഇപ്പോൾ വയനാടുണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് രാജ്യം തന്നെ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്നല്ലോ. ഇവിടെ വന്നിട്ട് അദ്ദേഹം ആ ദുരന്തങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതുകൂടാതെ ആശുപത്രികളിൽ പോയി ദുരന്തത്തിന് ഇരയായവരെ കണ്ടു, അവരുടെ കുട്ടികളെ എടുത്തു, അവർക്ക് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെ സമാധാനിപ്പിച്ചു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാരെ സമാധാനിപ്പിച്ചു, അവരുമൊക്കെ ആയിട്ട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നിന്ന് കണ്ട ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കേരളത്തിന് കൊടുത്തൊരു ഉറപ്പെന്ന് പറയുന്നത്, അന്ന് അവിടുത്തെ നാട്ടുകാർക്ക് കൊടുത്തൊരു ഉറപ്പ് എന്ന് പറയുന്നത് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ആ സമയത്ത് തന്നെ, ഏറെക്കുറെ ആ സമയത്ത് തന്നെ കേന്ദ്ര സംഘം വരികയും ഒരു പഠനം നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും അവരവരുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വന്നു, കേന്ദ്ര സംഘം നേരിട്ട് വന്നു, അവർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഒരു വലിയ സഹായം തരും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ നമ്മളൊരു ഇടക്കാല സഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ ഇടക്കാല സഹായം നമുക്ക് ലഭിച്ചില്ല. പിന്നീട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചു. അപ്പോഴും നമുക്ക് സഹായമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു പൈസ പോലും നമുക്ക് വയനാടിൻ്റെ കാര്യത്തിൽ സഹായം ലഭിച്ചില്ല. എന്താണ് ആ 2 വാർഡുകളിൽ സംഭവിച്ചത് എന്നുള്ളത് കേരളം ഇനിയും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അവിടെ 300ഓളം മനുഷ്യരാണ് മരിച്ചത്, 100 കണക്കിന് വീടുകൾ നഷ്ടമായി, അങ്ങാടികളില്ലാതെയായി, സ്കൂളുകൾ തകർന്നു, സർക്കാർ ഓഫീസുകളില്ലാതെയായി, കളിസ്ഥലങ്ങളില്ലാതെയായി, ആരാധനാലയങ്ങളില്ലാതായി. ആ അർത്ഥത്തിൽ ആ 2 വാർഡുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ അതിനെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ആ ജില്ലയുടെയോ ആ ജില്ലയെ ഉൾപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തം അല്ലെന്നേ, ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അങ്ങേയറ്റം വീഴ്ച വരുത്തിയ ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. നോക്കൂ, അവിടെ നമ്മൾക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ പലതവണ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നു. അവിടുന്ന് ഒരു സഹായം കിട്ടാത്ത സാഹചര്യത്തിൽ സർക്കാർ കോടതിയിലേക്ക് പോയില്ലേ? ആ കോടതിയിൽ എന്താണ് കേന്ദ്രം പറഞ്ഞത്? കേരളം ആദ്യം അവരുടെ തുക ചിലവിടട്ടെ, കേരളത്തിൻ്റെ കയ്യിലുള്ള ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള തുക ചിലവിടട്ടെ, അതിനുശേഷമാകാം മറ്റു കാര്യങ്ങൾ എന്നാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള പൈസ ചിലവാക്കൂ, അതിനുശേഷം വരൂ, അപ്പോൾ നമുക്ക് ആവശ്യപ്പെടാം കൂടുതൽ തുക എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 6-ാം തീയതി അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിൽ ബാലഗോപാൽ 750 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്, 1ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇതിനിടയിൽ നമ്മളൊരു വലിയ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്താണ്? ഈ വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ കേന്ദ്രത്തിന് ദുരന്തം സംഭവിച്ച സ്ഥലങ്ങളിൽ സഹായം നൽകുന്നതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പല കാറ്റഗറികളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കാറ്റഗറികളിലൂടെ ആ ക്രൈറ്റീരിയ മുഴുവൻ ഫുൾഫിൽ ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന സഹായത്തിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതേസമയം ഒരു അതിതീവ്ര ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിന് കൈയച്ച് സഹായിക്കാൻ കഴിയുന്ന വേറൊരു സംവിധാനം രൂപപ്പെടുന്നുണ്ട്, ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതിതീവ്ര ദുരന്തമായിട്ട് വയനാട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെന്താ വിചാരിച്ചത്? ബജറ്റിൽ ഒരു വലിയ സഹായം കേരളത്തിന് വരാൻ പോകുന്നു, അതിനുള്ള വഴി തുറന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ഫെബ്രുവരി 1-ാം തീയതി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ വയനാടിന് ഒരു പ്രഖ്യാപനവും ഉണ്ടായിരുന്നില്ല, വയനാടിന് ഒരു സഹായവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് വരുന്നത് 530 കോടി രൂപയുടെ സഹായം കേന്ദ്രം നൽകിയിരിക്കുന്നുവെന്ന്. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഈ 530 കോടി രൂപ എന്ന് പറയുന്നത് കേന്ദ്രം സൗജന്യമായി കേരളത്തിന് നൽകുന്ന ഒരു തുകയല്ല, മറിച്ച് കേരളത്തിന് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന ഒരു തുകയാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. 530 കോടി രൂപ ഇങ്ങോട്ടേക്ക് അങ്ങ് തന്നിരിക്കുകയാണ് എന്ന് കേന്ദ്രം ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്, ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന് അവകാശപ്പെട്ട ഈ സാമ്പത്തിക വർഷത്തെ ക്യാപെക്സിൽ നിന്നുള്ള മൂലധന വായ്പയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് കേന്ദ്രം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1801 കോടി രൂപയാണ് ഈ വർഷം കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള മൂലധന വായ്പ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് 530 കോടി രൂപ നമുക്കിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഈ 530 കോടി രൂപയും കൂടി തന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് ആ പൈസ വെട്ടിച്ചുരുക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതൊരു സൗജന്യമോ ഔദാര്യമോ ഒന്നും അല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന് മാത്രവുമല്ല,
ഈ 530 കോടി രൂപ എന്ന് പറയുന്നത് നേരത്തെ നോക്കൂ, ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ ഈ പറയുന്ന വിഴിഞ്ഞത്തിനായിട്ടുള്ളൊരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നതിനകത്തും അതുപോലെ തന്നെ കൊച്ചി മെട്രോയ്ക്കും വാട്ടർ മെട്രോയ്ക്കും ഒക്കെ ഇതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഈ പറയുന്ന ഇതേ ഫണ്ടിൽ നിന്ന്, ഈ ക്യാപെക്സിൽ നിന്ന് പൈസ തന്നിട്ടുണ്ടെന്നേ. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന 530 കോടി രൂപയുടെ അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു സൗജന്യമായോ ഔദാര്യമായോ കാണണ്ട. രണ്ടാമത്, ഈ തന്നിരിക്കുന്ന പണം എന്ന് പറയുന്നൊരു പ്രഖ്യാപനം മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതൊരു പ്രഖ്യാപനമാണ്, ഇത് കടലാസിലേ ഉള്ളൂ. എന്താ വേണ്ടെന്നറിയാമോ? നമ്മൾ ആദ്യം ഇത് ചെലവഴിക്കണം. നമ്മളിത് ചെലവഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കണക്കുകൾ കൊടുത്ത് അതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിയുമ്പോൾ കേന്ദ്രം ഇങ്ങോട്ടേക്ക് പണം തരും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റീഇംബേഴ്സ്മെൻ്റ് എന്ന്. സാധാരണഗതിയിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കുന്നു. എന്നിട്ട് ചികിത്സയൊക്കെ നേടിക്കഴിഞ്ഞ് സുഖപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ചിലവായ പൈസയും മരുന്നിന് ചിലവായ പൈസയും ഈ ബില്ലുകളെല്ലാം കൂടി കൊണ്ടുപോയി നിങ്ങളുടെ ഓഫീസിൽ കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിക്കുന്നു എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വായ്പ നൽകിയിരിക്കുന്നത്. 530 കോടി രൂപ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ പൈസ തന്നിട്ടില്ല, മറിച്ച് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കിയിട്ട് ആ ചിലവാക്കി എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ആ പൈസ റീഇംബേഴ്സ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേരളത്തിന് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് നൽകിയിട്ടുള്ളൊരു പൈസയാണ്. ആ പൈസ തന്നെ തന്നിട്ടില്ല, നമ്മൾ ചിലവാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് വരിക. പിന്നെ ശരിയാണ്, ഈ പറയുന്ന സുരേന്ദ്രനൊക്കെ ഇപ്പം വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ, ഇതൊരു വലിയ സഹായമാണെന്ന്. സഹായമായിട്ടൊന്നും കരുതണ്ട, പക്ഷേ 50 വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിന് പലിശയില്ല എന്നുള്ളതും കൂടി ഒരു ഘടകമാണ്. അപ്പോഴും ഈ പറയുന്ന പൈസയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തതാണ് ഏറ്റവും വിചിത്രമായ കാര്യമെന്ന് പറയുന്നത്. അതെന്താണ്? 45 ദിവസത്തിനുള്ളിൽ ഈ പണം ചിലവിടണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് ഈ പണം, ഏതൊക്കെ ഹെഡ്സിലാണ് ഈ പണം ചിലവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. നിർദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പല ഹെഡ്സിലായിട്ട് പൊതുമരാമത്ത് വകുപ്പാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കേണ്ടത്. അത് ഈ പൊതുകെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ 111 കോടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ ഉണ്ടാക്കാൻ 87 കോടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസേചന വകുപ്പിന് നൽകിയിട്ടുണ്ട്, വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്, KSEBക്ക് നൽകിയിട്ടുണ്ട്. പ്രശ്നം എന്താ? ഇതൊക്കെ തന്നെയും ഈ പൊതുകെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളുകളാണ്, സർക്കാർ ഓഫീസുകളാണ്. അതുപോലെ റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതിന്, KSEBയുടെ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതിന്, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതിന്, അതുപോലെ തന്നെ ഷെൽട്ടേഴ്സ് ഉണ്ടാക്കുന്നതിന്, ഇതിനൊക്കെ ആയിട്ടാണ് ഈ പണം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതും കേന്ദ്ര സർക്കാർ സ്വമേധയാ പ്രഖ്യാപിച്ചതല്ല. അതുകൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടതാണ് ഈ 16 ഹെഡ്സിൽ ഞങ്ങൾക്ക് പണം വായ്പയായി നൽകി സഹായിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ കേരളം ആവശ്യപ്പെടാനുള്ള കാരണം എന്താ? കേരളം അപ്പോഴും പ്രതീക്ഷിക്കുന്നത് അപ്പുറത്ത് ഗ്രാൻഡ് വരുമല്ലോ, നമുക്ക് സഹായം കിട്ടുമല്ലോ. നമ്മൾ 2200 കോടി രൂപയുടെ സഹായമാണ് ആവശ്യപ്പെട്ടത്. 2200 കോടിയുടെ സഹായം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. 2 എസ്റ്റേറ്റുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നു, എന്നിട്ട് അവിടെ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അവിടെ എല്ലാവർക്കും വീടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളല്ലേ, വലിയ നല്ല വീടുകൾ, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, അങ്ങാടി, അതുപോലെ സ്കൂളുകൾ, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, കളിസ്ഥലം ഒക്കെ അടങ്ങുന്ന രീതിയിൽ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രോജക്റ്റ്. അങ്ങനെയാണ് അവിടെ ആ സ്ഥലം പുനർനിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ടൊരു ഗ്രാൻഡ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഗ്രാൻഡിന് പുറത്ത് നമുക്ക് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് ഒരു 535 കോടിയാണ് നമ്മൾ ചോദിച്ചത്. 5 കോടിയെ വെട്ടിക്കുറച്ചുള്ളൂ. 530 കോടി രൂപ ഇങ്ങോട്ടേക്ക് തന്നിട്ടുണ്ട്. ആ പൈസ കിട്ടിയിട്ടില്ല, നമ്മൾ ചിലവാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 45 ദിവസത്തിനകത്താണ് ഇത് ചിലവാക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാമല്ലോ എങ്ങനെയാണ് ഈ പൈസ ചെലവഴിക്കുക. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇപ്പം പൊതുകെട്ടിടങ്ങൾ നിർമ്മിക്കണം, അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കണം, പാലങ്ങൾ നിർമ്മിക്കണം, KSEB സ്റ്റേഷൻ ഉണ്ടാക്കണം. ഈ രീതിയിലൊക്കെയുള്ള ഹെഡ്സിലാണല്ലോ ഈ പൈസ വരുന്നത്. എങ്ങനെയാണിത് 45 ദിവസത്തിനകത്ത് ചെലവഴിക്കാൻ കഴിയുക? നോക്കൂ, ഒരു PWD വകുപ്പ് എന്ന് പറയുമ്പോൾ ആ PWD വകുപ്പിൽ ഈ പറയുന്ന റോഡ് പണിയുന്ന ആളുകളില്ല, ആ PWD വകുപ്പിൽ ഈ കെട്ടിടം പണിയുന്ന ആളുകളില്ല. PWD എന്താ ചെയ്യുക? അവിടുത്തെ ജീവനക്കാർ നിന്നിട്ട് ഇതിൻ്റെ ടെൻഡർ വിളിക്കും. ആ ടെൻഡറിൽ ഏറ്റവും ചെറിയ കൊട്ടേഷൻ കണ്ടെത്തും. ആ കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നയാളുമായിട്ട് കരാർ ഉറപ്പിക്കും. ആ കരാറുകാരൻ കെട്ടിടം പണി ആരംഭിക്കും. അതിന് ചിലപ്പോൾ ഒരു ഇനിഷ്യലായിട്ടുള്ള തുക കൊടുത്തുന്നിരിക്കും. അതിനുശേഷം ഓരോ ഘട്ടവും ഇൻസ്പെക്ട് ചെയ്യും. ആ ഇൻസ്പെക്ട് ചെയ്തതിൻ്റെ വർക്കിൻ്റെ പുരോഗതി അനുസരിച്ച് വീണ്ടും ഫണ്ട് കൊടുക്കും. അവസാനം ഇതെല്ലാം തീർത്ത് കഴിയുമ്പോഴാണ് പൂർണ്ണമായും പൈസ കൊടുക്കുക. ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ അറിയോ, 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഈ പണം മുഴുവൻ കൊടുത്തു തീർക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ കരാറുകാരനെ കണ്ടെത്തി മുഴുവൻ പൈസ അങ്ങോട്ട് കൊടുക്കണം. ഈ കരാറുകാരന് ഇതിന് പണി ഇടയ്ക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കോടതിയും കേസുമായിട്ട് അങ്ങ് നിൽക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊട്ടും ശാസ്ത്രീയമായ രീതിയിലല്ല, ഇതല്ല ഇതിൻ്റെ മെത്തഡോളജി, ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലേ അല്ല. എന്ന് മാത്രമല്ല, ഒരു കെട്ടിടം 45 ദിവസം കൊണ്ട് പണിയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഒരു കെട്ടിടം വാർത്ത കെട്ടിടമാണ് വെക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങളുടെ വീട് വെക്കുകയാണെങ്കിൽ ആ വീട് വെക്കുമ്പോൾ വാർത്തിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസമോ 20 ദിവസമൊക്കെ കാത്തിരിക്കണമല്ലോ. അതിന് ശേഷമല്ലേ ഈ വാർപ്പ് കൂടി വന്ന് അത് ഫിറ്റായി ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ബാക്കി മുകളിലോട്ട് പണിയാൻ പറ്റൂ. അപ്പം ഈ രീതിയിലുള്ള ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. അവർ റോഡങ്ങ് പണിഞ്ഞോളൂ, അതുപോലെ പാലം പണിഞ്ഞോളൂ, പൊതുകെട്ടിടങ്ങൾ പണിഞ്ഞോളൂ. പൊതുകെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫീസുകൾക്കും സ്കൂളുകൾക്കുമായിട്ടുള്ള കെട്ടിടങ്ങൾ, ഇതെല്ലാം പണിഞ്ഞോളൂ. പണിഞ്ഞ് 45 ദിവസത്തിനകത്ത് ഈ പൈസ മുഴുവൻ ചിലവാക്കിയിട്ട് ഇതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരൂ, അപ്പോൾ ഞങ്ങളിത് റീംബേഴ്സ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ
എന്താണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ അങ്ങേയറ്റം ആശയക്കുഴപ്പമാണുള്ളത്. ഞാൻ പറയുന്നൊരു കാര്യം, 2200 കോടി രൂപയുടെ സഹായ പദ്ധതി ആവശ്യപ്പെട്ടു, ഒന്നും ചെയ്തില്ല. ബജറ്റിൽ തന്നെ ഒരു പ്രഖ്യാപനവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അതും സംഭവിച്ചില്ല. ഒരു പൈസ പോലും തരാതെ കേരളത്തോട് പൈസ ചെലവാക്കാൻ CM-ന്റെ ഫണ്ടിൽ നിന്ന് ചെലവാക്കാൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം 750 കോടി വയ്ക്കുന്നു. അതിനുശേഷം നോക്കൂ, ഇപ്പോൾ വന്നിരിക്കുന്ന 530 കോടി എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും തരാതെ നിങ്ങൾ ചെലവാക്കിയിട്ട് തിരിച്ചു വന്നാൽ ആ പൈസ റീഇംബേഴ്സ് ചെയ്യാമെന്ന് പറയുന്നൊരു പരിപാടി, അത് തന്നെ ഒരു ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നു. അതൊട്ടും തന്നെ ശാസ്ത്രീയമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങേയറ്റം ശരിക്കും പറഞ്ഞാൽ ഈ 530 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ഒരു പുകമറ ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളിപ്പോൾ 530 കോടി രൂപ നിങ്ങളോട് ചിലവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളത് ചിലവാക്കിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇടുന്ന അപ്പം തന്നെ പൈസ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എടുക്കേണ്ട ഇനിഷ്യേറ്റീവ് എടുത്തില്ലേ എന്നൊരു തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ പണം അനുവദിക്കുന്നത് കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. ഞാൻ പറയുന്ന ആ പണം തരാൻ സന്നദ്ധമായ കേന്ദ്ര സർക്കാരിൻ്റെ ആ നയത്തോടും ആ നിലപാടിനോടും നമ്മൾ ഒരു എന്താ പറയുക, അത് പോസിറ്റീവാണെന്ന് പറയാം. അപ്പോൾ പോലും അത് കേരളത്തിന് അവകാശപ്പെട്ട പൈസയിൽ നിന്ന് തരുന്നൊരു പൈസയാണ്. ആ പൈസ തന്നെ തരുന്നില്ല. ആ പൈസ തരാതിരിക്കുമ്പോഴും അത് ചിലവാക്കുന്നതിനൊരു ടൈം ഫ്രെയിം നിശ്ചയിക്കുക, അത് ഒട്ടും തന്നെ ശാസ്ത്രീയമല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്ത് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഈ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നോക്കൂ, നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്താണെന്നേ വയനാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത്, അവിടെ ഇപ്പോഴും വീടുകൾ വെക്കപ്പെട്ടിട്ടില്ലല്ലോ, അവിടെ ഇപ്പോഴും പിന്നെ സ്കൂളുകൾ തുറന്നിട്ടില്ലല്ലോ, സ്കൂളുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ സർക്കാർ എടുത്തു കൊടുത്തിരിക്കുന്ന വാടക വീടുകളിൽ കഴിയുന്നു. അവരൊക്കെ ചെറിയ തൊഴിലിന് ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അവരുടെ കുട്ടികൾ അടുത്ത പിന്നെ എന്താ പറയുക, നിയോജക മണ്ഡലത്തിലും ഒക്കെയുള്ള സ്കൂളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രത്യേക KSRTC ബസ്സൊക്കെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് നേരത്തെ കൊടുത്തിരുന്ന ഭക്ഷ്യക്കിറ്റൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അതേപോലെ 300 രൂപ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു സർക്കാർ, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എത്ര പേർക്ക് കിട്ടുന്നു എന്ന് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല പലതരത്തിലുള്ള പരാതികൾ ഈ വാടകയുമായി ബന്ധപ്പെട്ടുമുണ്ട്. ഒരു പ്രശ്നം തന്നെയാണത്. ആ മനുഷ്യരോട് യഥാർത്ഥത്തിൽ യാതൊരു കാരുണ്യവും കാണിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ ചില ചാനലുകളിൽ, നമ്മുടെ ഇറക്കമുള്ള ചാനലുകളിൽ അവിടുത്തെ ആളുകളുടെ പ്രതികരണം വന്നു, ഞങ്ങളെ ഇങ്ങനെ പന്തിട്ട് തട്ടുകയാണെന്നേ കേരളവും കേന്ദ്രവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? സാധാരണ മനുഷ്യർ അവരുടെ ദുരിതത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ദുരിതത്തിന് ഒരു പരിഹാരവും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കേന്ദ്രത്തിനും കഴിഞ്ഞിട്ടില്ല, കേരളത്തിനും കഴിഞ്ഞിട്ടില്ല. ആര് പണം മുടക്കണം, അതിൽ എപ്പോൾ പണം മുടക്കണം, എത്ര പണം മുടക്കണം, എവിടുന്ന് പണം വരും, ഇങ്ങനെയുള്ള ചർച്ചകളിൽ കെട്ടിത്തിരിയാൻ തുടങ്ങിയിട്ട് 7 മാസമായി. ഈ ദുരന്തം കഴിഞ്ഞിട്ട് 7-8 മാസമാകുന്നു. ഈ നിമിഷം വരെ ആ മനുഷ്യരുടെ കാര്യത്തിൽ, ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ കാര്യത്തിൽ, അതിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അവരുടെ ഒന്നും കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവും ഈ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കാണുന്നത്, ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. നമ്മളുടെ സാമ്പത്തിക കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ കേരളം ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം കൈയച്ച് സംഭാവന ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ തന്നെ അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് അനുവദിക്കുന്ന, നമുക്ക് അവകാശപ്പെട്ട പണത്തിനു മേൽ കൂടി വലിയ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, ഈ ചോദ്യം ശരിയാണ്. നമ്മൾ ഈ പറയുന്നത് സമയപരിധി വെച്ചിട്ടുള്ള സഹായമാണ്. ആ സഹായം സമയപരിധി വെച്ച് നടപ്പാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം അവസാനിക്കും. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ വലിയ തർക്കങ്ങളിലേക്കാണ് പോകുന്നത്. KN ബാലഗോപാൽ പറയുന്നത് വീണ്ടും നമുക്ക് സമയം ആവശ്യപ്പെട്ട് നോക്കാം എന്നൊക്കെയാണ്. പക്ഷേ അത് എത്രത്തോളം നടക്കും എന്നെനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ തന്നിരിക്കുന്ന 530 കോടി എന്ന് പറയുന്ന ഒരു ആനക്കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. എന്ന് മാത്രവുമല്ല, അതിന് ചെലവഴിക്കാനുള്ള ഈ സമയപരിധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നമുക്കൊരു പുതിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.